KT സൊറ പറയാം. ഇന്ന് സൊറ പറച്ചിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽപ്പെട്ട കോട്ടോപ്പാടം 1-ാം വാർഡ് കാപ്പുപറമ്പിനെ കുറിച്ചാണ്. കാപ്പുപറമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാപ്പുപറമ്പും അമ്പലപ്പാറ അവിടെയുള്ള നാട്ടുകാർ എൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല അതൊരു വൈബ് സ്ഥലമാണ് ആ നാട്ടുകാരും. അപ്പോൾ ആ നാട്ടിലുള്ള ഒരു യുവ നേതാവ് നാടിനെക്കുറിച്ചും നാട്ടിൽ ഇനി ഉണ്ടാവേണ്ട സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരാളെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാനിർ. ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ള കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കാപ്പുറമ്പിൽ നിന്നും 2025 തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. ഞാൻ നിലവിൽ സ്കൂളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ സാധാരണ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇങ്ങനെ കഴിയുന്ന സമയത്താണ് നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് പല കാര്യങ്ങളും ഇടപഴകുന്നത് കണ്ടതിന് ശേഷം അവരുടെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ എനിക്കും അതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം എന്നൊരു കാഴ്ചപ്പാട് വന്നു. അപ്പോൾ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആയതിനു ശേഷം പാലിയേറ്റീവും അതുപോലെ ചാരിറ്റിയുമായിട്ടൊക്കെ കൂടുതലായിട്ട് അടുത്തു. അവരുമായിട്ട് അടുത്തപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അവർ ഒരുപാട് കുടുംബങ്ങൾ പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം കൊടുത്തപ്പോൾ അവരുടെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണുമ്പോഴും അവരുടെ ചിരി എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന രീതി, ആ രീതിയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പൊതുപ്രവർത്തകനാകാൻ താല്പര്യപ്പെടുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയത് അവരാണ്. ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും മുന്നോട്ട് പോണത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയും എന്നെ അവിടുത്തെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കൂട്ടുകാരും അതുപോലെ കാരണന്മാരൊക്കെ നീ മത്സരിക്കണം എന്നൊരു രീതിയിലേക്ക് സംസാരിക്കും. അവരെ ആ സംസാരം അവർ പ്രാബല്യത്തിലാക്കി തരികയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞു. അവരൊക്കെ പറഞ്ഞ് നിർബന്ധത്താലാണ് ഞാൻ നിന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ജാഫർക്കാർക്ക് അറിയാം, ഞാൻ ഒരു സാമ്പത്തിക രീതിയിൽ മുന്നോക്കം നിൽക്കുന്നൊരു കുടുംബമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രയാസം ബുദ്ധിമുട്ടും ഞാൻ അവരെ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ ഒന്നും പ്രയാസങ്ങളില്ല, അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് എനിക്കും അവർ പറഞ്ഞപ്പോൾ നിരസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. അത് അവർ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നിരന്തരം ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളുമായിട്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്തു തന്നു. ആ സപ്പോർട്ടിങ് കാരണമാണ് ഞാൻ ഇന്നിവിടെ ഒരു ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന ബോധ്യം എനിക്കുണ്ട്. ഷാനിറിനെ കുറിച്ച് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഷാനിർ നല്ലൊരു പൊതുപ്രവർത്തനമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടുകാർക്കും ഷാനിറിനോട് സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ ഷാനിറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്? ഞാൻ നിലവിൽ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടോപ്പാടം മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി മൊത്തത്തിൽ കോൺഗ്രസ്സുകാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കുറേ സഹപ്രവർത്തകരുണ്ട്, മറ്റു പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു പ്രസ്ഥാനമാണ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് തോന്നി. അവരുടെ കാഴ്ചപ്പാടുകളും മുന്നോട്ടുള്ള പോക്കും അതുപോലെ ഈ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു പ്രസക്തി ഉണ്ടെന്ന ഒരു ബോധ്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും എന്നും കടപ്പെട്ടു. 2025 കോട്ടോപ്പാടം 1-ാം വാർഡ് കാപ്പുപറമ്പിൽ നിന്നും മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. ഈ മത്സരരംഗത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും ആ ഒരു ഇലക്ഷൻ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കുമോ? ഞാൻ ഒരിക്കലും ഒരു മത്സരരംഗത്തേക്ക് വരുന്ന പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. കാരണം ഞാൻ ആ പ്രസ്ഥാനത്തിനോട് അകമഴിഞ്ഞ കൂറും പുലർത്തിക്കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആരെയാണോ പ്രസ്ഥാനം ഏൽപ്പിക്കുന്നത് അവരുമായി സപ്പോർട്ട് ചെയ്തു പോവുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷെ എൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് വന്ന സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. നിരന്തരം ഞങ്ങളുമായിട്ട് സംവദിക്കാറുണ്ട്. പാലിയേറ്റീവ് രംഗത്തും അതുപോലെ മറ്റുള്ള രംഗത്തു കൂടിയൊക്കെ ഞങ്ങൾ തമ്മിൽ ആ ഒരു നാടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ നാട്ടിൽ ഭയങ്കരമായിട്ടൊരു ഒത്തൊരുമയുള്ള നാടാണ്. കാപ്പുറമ്പിനെ സംബന്ധിച്ച് ജാഫർഖാൻ്റെ അടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാപ്പുറമ്പിൽ അത്രയും ഒറ്റക്കെട്ടായിട്ട് ഏതൊരു പ്രതിസന്ധി വന്നാലും ഒരുമിച്ച് നേരിടുന്ന ഒരു നാടായതുകൊണ്ട് അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരണമെന്ന് താല്പര്യപ്പെടാത്ത ഒരാളായിരുന്നു.
അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അതുപോലുള്ള ആ നാട്ടുകാരിലെ കാരണന്മാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സരരംഗത്തേക്ക് വന്നതിൻ്റെ ശേഷം ഒരു 2.5 മാസത്തോളം ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. അത് വലിയൊരു പ്രയാസം തന്നെയാണ്. ജാഫർക്കാർക്ക് അറിയാം, ഞാനൊരു ദിവസം ജോലിക്ക് പോയാൽ മാത്രമേ എൻ്റെ വീട്ടിലുള്ള അന്നന്നത്തെ കാര്യം കഴിഞ്ഞു പോകുള്ളൂ എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻ്റെ സുഹൃത്തുക്കളും ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചു, എൻ്റെ കൂട്ടത്തിൽ നിന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനിറങ്ങുമ്പോൾ ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു, എങ്ങനെയാണ് ഞാനിത് തുടങ്ങേണ്ടത്. പക്ഷെ ഞാൻ കൂട്ടത്തിലൊരാളെയും ഒരുമിച്ചൊരു കൂട്ടായിട്ട് പോകാതെ ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാ വീടുകളിലും ചെന്നിരുന്നത്. കാരണം എനിക്ക് എൻ്റെ നാട്ടിലെ ഓരോ വ്യക്തികളെ അറിയാം. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെയാണ് വിളിക്കേണ്ടത്, ആ വീട്ടിൽ ആരുണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ആരെയും എൻ്റെ കൂട്ടത്തിൽ കൂട്ടാതെ ഞാൻ സ്വന്തമായിട്ട് പോയി അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞു, അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞു. അവരോടൊത്ത് ഞാൻ അവരോട് സംസാരിച്ച് അവരുടെ ഒപ്പം നിൽക്കാൻ തന്നെ ഞാൻ ശ്രമിച്ചു. പിന്നെ മത്സരിച്ച് രംഗത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് നമ്മളോട് കരയുന്ന രീതിയിലേക്ക് വരെ എത്തിക്കുക. നമ്മൾ തന്നെ കരഞ്ഞു പോകും. കാരണം ഓരോരുത്തരുടെ പ്രയാസങ്ങളും ഇതൊക്കെ പല പ്രയാസങ്ങളിലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് പറയുന്ന സമയത്താണ് ഞാൻ പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ആളുകൾ നമ്മളോട് ഇത്രയും ഇടപഴകുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ നാട്ടിനെക്കുറിച്ചൊരു സ്ട്രക്ചർ അറിയാൻ കഴിഞ്ഞു. നാട്ടിലുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ബോധ്യം. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലൊരു മകനായിട്ടും അതുപോലെ ഒരു കുടുംബത്തിലെ അംഗമായിട്ടും പ്രവർത്തിക്കും ഇനി ഉള്ള കാലം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും. ആ നാടിന് വേണ്ടി എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എവിടെയൊക്കെ പോകാൻ കഴിയും അവിടെയൊക്കെ പോയി അതിനുവേണ്ടി പ്രസ് ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയായും. സൈലന്റ് വാലി മലനിരകളിൽ നിന്നൊഴുകുന്ന വെള്ളിയാർ പുഴയുടെ നീരൊഴുക്ക് കാപ്പുപറമ്പ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇനി നമുക്ക് കാപ്പറമ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ജഫർക്ക്, കാപ്പറമ്പിൽ 600ഓളം കുടുംബങ്ങളുണ്ട്, 600-ലേറെ കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസവും സാമ്പത്തികപരമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പല കൃഷികളുമായിട്ടാണ് അവർ പോണത്. അതായത് ഒന്നാമത് നമ്മുടെ വാഴക്കൃഷി, അതുപോലെ കഴുങ്ങ്, തെങ്ങ്, പിന്നെ കുറേ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഒരു 5 കിലോമീറ്ററോളം വന്നിട്ടാണ് ഇവിടെ അടുത്തനാട്ടിൽ വന്ന് സ്കൂളിൽ പഠിച്ചിട്ട് ഇവിടെ നിന്ന് നടന്നു പോകുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ ബസ്സുകളുണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ബസ്സിന് ഒരു കുട്ടിയെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫർക്കാർക്ക് അറിയാം, അത്രയും അധ്വാനിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു. അതിൽ കൂടുതൽ വന്യമൃഗശല്യം. അത് ഒരു രാത്രിയായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോണ സമയത്ത് ഈ ആനയുണ്ടോ അല്ലെങ്കിൽ പുലിയുണ്ടോ സിംഹമുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ അവസ്ഥ. നമ്മൾ ഇപ്പോൾ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് ചില ഭാഗത്ത്, കാപ്പുറമ്പിൻ്റെ ഭാഗത്ത് ഉള്ള ഒരു രീതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആന പല കൃഷികളും നശിപ്പിച്ചിട്ട് അവർക്കൊരു ശാശ്വതമായ പരിഹാരം ഇന്നുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ സാധാരണ പണിയെടുക്കുന്ന ആളുകൾ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ ടാപ്പിംഗ് തൊഴിലാളികൾക്കൊന്നും പണിയില്ലാത്തൊരവസ്ഥ വരിക. അപ്പോൾ 3-4 കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്ന കുടുംബങ്ങളാണ്. അവിടെ ഒരു പനി വന്നാൽ പോലും നമുക്ക് ഒരു 5 കിലോമീറ്ററോളം ഇങ്ങോട്ട് വന്നിട്ട് വേണം ഒരു ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ. കുറേ ആളുകൾ മരുന്നിന് പോലും കാശ് ഇല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ചാരിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ മരുന്ന് മേടിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളെ അവിടെ ഒരു പനിയായാലും ഒരു ജലദോഷമായാലും ഒരു കുട്ടിനെ കൊണ്ട് പോകണമെങ്കിൽ ഒരു 500 രൂപ മിനിമം അവർക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാഹനത്തിൽ പോരണമെങ്കിൽ വാഹന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു ബസ് ഉണ്ട്, അത് കഴിഞ്ഞ ഒരു 9:30 ബസ്, പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്കാണ് ബസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഈ പോകുന്ന ഓട്ടോയിൽ കയറിയിട്ട് വേണം പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാഹനം വിളിച്ച് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു പ്രയാസം, ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ പ്രയാസം അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അതിന് നമ്മളൊരു സ്ഥല സൗകര്യം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് ചാരിറ്റിപരമായിട്ടും മറ്റുള്ള മേഖലയിലൊക്കെ ഇടത്തനാട്ടുള്ള മേഖലയിൽ ഒരുപാട് ആളുകൾ സഹകരിച്ചു കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അവരുടെയൊക്കെ കണ്ട് അവരോടൊക്കെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് എല്ലാവരെയും ഒരു കുടക്കീയിൽ നിർത്തിക്കൊണ്ട് അതിനൊരു സംവിധാനം കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്രയും ആളുകളുള്ള വോട്ടർമാർ അത്രയുണ്ട്, 2000
1000 സംതിങ് വോട്ടർമാരുള്ള ഒരു ഏരിയ, അത്രയും ആളുകൾക്ക് ഈ 2-3 കുട്ടികളുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ജാഫർ ഖാൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ 5 കിലോമീറ്റർ വരേണ്ട ഒരവസ്ഥ. ആ ഒരു ഭാഗത്ത് ഒരൊറ്റ അംഗൻവാടി ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സങ്കടപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും ആളുകൾ ആ ഒരു അംഗൻവാടിയിൽ എത്ര കുട്ടികളൊക്കെ ഉള്ളൂ. ഒരു അംഗൻവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അംഗൻവാടിയാണ്. അവിടെ എത്ര കുട്ടികൾക്കാണ് നമ്മൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുക? അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യത കൂടിയാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവും, നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അവരൊക്കെ സഹകരിക്കും എന്നുള്ളതാണ്. അവരൊക്കെ കൂട്ടി യോജിപ്പിച്ച ആ ഒരു അംഗൻവാടിയും ഒരു ഹോസ്പിറ്റലും കൂടി അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതിൽ വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് സ്പോർട്സാണ്. സ്പോർട്സിന് കാപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇടത്തനാട്ടർ ആ ഒരു ക്ലബ്ബുള്ളൂ. ശരിക്ക് കാപ്പറമ്പ് 2-3 ക്ലബ്ബുകളാണ്. നല്ല രസമുള്ള, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ പ്രൊഡക്റ്റുകൾ ഉണ്ടായി വരുന്നുണ്ടെങ്കിലും ഇവർക്ക് അതിനെ പറ്റിയൊരു സംവിധാനം ഉണ്ടോ അവിടെ? നമ്മുടെ സ്പോർട്സ് പരമായിട്ടൊക്കെ ഞാനൊക്കെ കളിച്ചു വളർന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങിലും പാടത്തൊക്കെ കളിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മയക്കുമരുന്നും അതുപോലുള്ള ലഹരിക്കൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ നല്ല ഫിസിക്കലായിട്ട് സ്ട്രെങ്ത്തും അതുപോലെ ഈ കായിക രംഗത്തേക്ക് വരാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 10-100ഓളം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തന്നെയുണ്ട്. നമ്മുടെ നാടിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കേരളത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ മികച്ച രീതിയിൽ എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ആളുകൾ തന്നെയാണ് കാപ്പറമ്പിൽ. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്ക് ഇതുവരെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. അതും കൂടി ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ സഹായം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ സർക്കാരിൻ്റെ രീതിയിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ MLA MP മറ്റ് മേഖലയിലൊക്കെ സ്പോർട്സ് പരമായിട്ടുള്ള മേഖലകളിലൊക്കെ ചെന്ന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ വാതിൽ മുട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. മറ്റുള്ളവരെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് അത് വേണ്ട രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ നിൽക്കുക എന്നുള്ള ഭയങ്കര കനിവുള്ള ഒരാളുകളാണ് അല്ലേ? ഷാനിറിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്തെങ്കിലും ഒരു ഓർമ്മയിലുള്ളതുണ്ടോ? ഞാൻ ഈ കൊറോണൻ്റെ സമയത്തൊക്കെ കുറേ അനുഭവിച്ച. കൊറോണൻ്റെ സമയത്ത് ഷൗക്കത്ത്, മുത്തുപ്പ, കുഞ്ഞമണി അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളെന്ത് ചെയ്യുന്നറിയോ, ഓരോ ആളുകളെ കണ്ടിട്ട് ആ കുടുംബത്തിൽ എന്നോടാ പറയാം ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്ന് അറിയണം, ചോദിക്കണം. അപ്പോൾ ഞാൻ എന്നിട്ട് അടുത്ത വീട്ടിലുള്ള ഒരാളോട് പറയും അവിടെ എന്താണ് അവസ്ഥ എന്ന് ചെന്ന് നോക്കുക. അപ്പോൾ അവിടെ ചെന്ന് ഒരു പെരിയിൽ എന്നോട് പറഞ്ഞ് രാവിലെ നീച്ചിട്ട് കുട്ടികൾ കരയാം, ചായക്ക് പഞ്ചസാരല്ല, അതിനാ കരയില്. അപ്പോൾ എന്നിട്ട് പിന്നെ മദ്രസക്ക് പോയി ആയിട്ട് ആ ചൂടുവെള്ളം കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് വിളിച്ച് ഞാൻ ഈ സാധനമൊക്കെ മേടിച്ചൊരു 10,000 ഉറുപ്പ്യൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തു. ആരും കാണാതെ അവിടെ കൊണ്ടുപോയി. ഇവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു. എന്നിനൊക്കെ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അർഹതപ്പെട്ടവർക്കൊക്കെ കിട്ടിയിരുന്നു, ഇപ്പം ഇത് കണക്ക് ഇപ്പോൾ അർഹത കണക്കാണ്, അതുകൊണ്ട് ഇത് എടുക്കാറുണ്ട്, ഇതിൽ കൊണ്ടുപോയി. അപ്പം അങ്ങനെയുള്ളൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാവുകൊണ്ട് നമുക്കറിയാം കുറേ ആളുകൾ അങ്ങനെ പറയാൻ പറ്റാത്ത ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ പോകാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടേക്ക് എത്തുന്ന സമയത്ത് അവർ കയ്യിലൊക്കെ പിടിച്ച് കരയും, നമ്മളെക്കാട്ടിലും അർഹതപ്പെട്ട ആളുകളുണ്ട് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ആളുകളാണ് കാപ്പറമ്പിൽ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ എൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് അത് ശരിയാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളായതുകൊണ്ട് അവരെയൊക്കെ പ്രയാസങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊക്കെ ഉള്ള പ്രയാസം നമുക്ക് നല്ലൊരു വിഷമമായിട്ട് മനസ്സിൽ എങ്ങനെ ഏത് സമയത്തും നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാപ്പറമ്പിൽ 600-ൻ്റെ മുകളിൽ വീടുകളുണ്ടെന്ന് പറഞ്ഞു. ഈ വീടുകളിലൊക്കെ നമ്മൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതിന് ശേഷമൊക്കെ പോയി സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് വീട് റിപ്പയറിങ് അതുപോലെയുള്ള കാര്യങ്ങൾ, മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങൾ, പല പ്രയാസങ്ങളുള്ള ഒരുപാട് മേഖലകളാണ് കാപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം. പണി പൂർത്തിയാകാത്ത വീട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ജാഫർ ഖാൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫർ ഖാക്ക് അറിയാം ഒരു പരിമിതികളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു റിസ്ക്കാണ്, ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ പരമാവധി അവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ മേടിച്ച് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ പരമാവധി നമ്മുടെ നാട്ടിലുള്ള പ്രയാസപ്പെടുന്നവരെ സ്വാന്തനപ്പെടുത്താനും അതിന് എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് എനിക്കിപ്പോഴും ബോധ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ ഈ കാപ്പറമ്പിൽ മൊത്തത്തിൽ ഓടി നടന്നതുകൊണ്ട് അവരുടെ ഇടയിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഞാനിത് തരണം ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ഞാൻ. കാരണം 5 വർഷം ഉണ്ട് എങ്കിലും ഞാൻ എൻ്റെ
പരിമിതികൾ ഉപയോഗപ്പെടുത്തും എന്നതിന് ഇൻഷാ അള്ളാ ഞാൻ 5 വർഷം കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച്, മറ്റു മേഖലകളൊന്നും എനിക്കില്ലയെന്ന് ജാഫർ ഖാക്ക് നന്നായിട്ട് അറിയാം, അത് ഉപയോഗിച്ച് ഞാൻ പരമാവധി എല്ലാവരുടെയും പ്രയാസങ്ങളിൽ ഇടപെടും എന്ന് തന്നെ. ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്നും അറിയാതെ ചിലപ്പോൾ അറിഞ്ഞോ മെമ്പറായി മാറിയ ചരിത്രങ്ങളുണ്ട്. അവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. നേരിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ തേടി വരും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരാണ്, നിങ്ങൾ ബന്ധപ്പെടുക അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇനിയും സംവിധാനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്, വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, പദ്ധതി ഉണ്ടോ? ഇപ്പോൾ ഇതല്ലാതെ തന്നെ ജാഫർക്ക, ഞാൻ ഇലക്ഷൻ സമയത്തെ കാര്യങ്ങളൊക്കെ ജാഫർഖാനോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പോണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് മെമ്പറായി അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. ആ പ്രയാസങ്ങൾ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പഞ്ചായത്ത് പോകുമ്പോൾ 1-ാം ക്ലാസ് പോണ വിദ്യാർത്ഥിയെ പോലെ ഞാൻ പോകണം. ഞാൻ ആദ്യമായിട്ടാവുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും ധാരണകളില്ല. പക്ഷെ അതൊക്കെ പഠിച്ചുകൊണ്ട് ഞാൻ അവരുടെ പ്രയാസങ്ങൾ എങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം വെച്ച് തീർക്കാൻ കഴിയും എന്നുള്ളൊരു രീതിയിലേക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കപ്പോഴും. MLAക്ക് ഞാൻ പിന്നെ ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് നിവേദനം കൊടുത്തു. അവിടെ നിലവിലൊരു മുത്തപ്പ മെമ്പറായിരിക്കുന്ന സമയത്ത് ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുടിവെള്ള പദ്ധതിൻ്റെ പൂർത്തീകരണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അതിന് വേണ്ടിയിട്ട് MLAൻ്റെ അടുത്ത് പ്രസ് ചെയ്ത് MLA അപ്പോൾ വിളിച്ചു പറഞ്ഞ് അവിടെ ഇപ്പോൾ നിലവിലൊരു പിന്നെ അതിനുള്ള ഒരു മോട്ടർ പെരയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോടിപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞ അവിടുത്തെ ആളുകളെ കൂട്ടിയിട്ടൊരു യോഗം ചേർന്നിട്ട് അവിടുന്ന് കുറച്ച് ആളുകളെ കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു KSRTC നിലവിൽ വന്നിരുന്നത്, അത് കൊറോണ സമയത്ത് ആ KSRTC നിന്നുപോയി. ഒരുപാട് കുട്ടികൾ, സ്കൂളിൽ പോണ കുട്ടികൾ, അതേപോലെ ജോലിക്ക് പോണ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നതാണ് ഈ KSRTC. ഈ KSRTCയുടെ കാര്യം ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ DMOക്ക് കൈമാറാൻ വേണ്ടിയിട്ട് MLA PAനോട് പറഞ്ഞു. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് പോലും ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് വിളിച്ച് ചോദിച്ചു, അപ്ഡേഷൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. DMO ശനിയാഴ്ച വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ കുടുംബശ്രീയുടെ പണി നാളെ മുതൽ തുടങ്ങുകയാണ് വാർഡിൽ. അത് മുൻപ് കൊടുത്തത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് പഞ്ചായത്ത് പോയിരുന്നു. പഞ്ചായത്ത് പോയപ്പോൾ 1-2 കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരുപാട് ആളുകൾ അത് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ അവരുടെ കാര്യം കൂടി ഇതിന് ഉൾപ്പെടണം എന്നുള്ളൊരു ബോധ്യമുണ്ട്. കാരണം ഇനിയിപ്പോൾ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുതിയ പദ്ധതിയാണ് വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ച് പെട്ടെന്നാക്കാൻ പറഞ്ഞു. ഈ ഇതിലേക്ക് കടന്നു വന്നത് തന്നെ പെൻഷൻ്റെ മുന്നിലേക്കാണ് വന്നത്. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവാ പെൻഷൻ പുതുക്കേണ്ട സംവിധാനം, അതായത് അത് പിന്നെ അവർ ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പോ അല്ലെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സംവിധാനമൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവർ പഞ്ചായത്തിലെത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റവും കൂടുതൽ ബാധ്യത നമുക്കാണെങ്കിൽ. ഇത് പരിചയപ്പെട്ട് വരുന്നുള്ളൂ, അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം നമ്മുടെ നാടിനെ സംബന്ധിച്ച് അറിയാവുന്നതുകൊണ്ട് അവർക്കൊക്കെ മെസ്സേജ് കൊടുത്തു, അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നിലവിൽ കാപ്പുറമ്പിലൊരു പിന്നെ അക്ഷയ മോഡൽ ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. മുൻപുള്ളത് തന്നെയാണ്, അത് രണ്ടാമത് പിന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മെമ്പറെ ഒരു സംവിധാനം കൂടി അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്നെ കണ്ടിട്ടില്ലെങ്കിലും അവിടെ എനിക്ക് തരാനുള്ള ഫയലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക, അപേക്ഷ എന്തുണ്ടെങ്കിലും അവിടെ കൊടുക്കുക. ഞാൻ വൈകിട്ട് വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് അവരെ തിരിച്ചു വിളിക്കും, കോൺടാക്ട് ചെയ്യും. അവിടെ ഏത് ഓഫീസിലേക്കാണ് എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചതിന് ശേഷം അതിൻ്റെ പ്രോസസ്സ് എന്തായി എന്നുള്ളത് കറക്റ്റായിട്ട് വിളിച്ച് അന്വേഷിച്ച് അവരെ അറിയിക്കണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. ഇതാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിൻ്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈ അക്ഷയൻ്റെ ഇത് ഓപ്പൺ ചെയ്തതിന് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സൗകര്യമായി. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ, സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാരണം ഇങ്ങനെ മെല്ലെപ്പോക്കുണ്ട്. എന്നാലും ആ കാര്യങ്ങളൊക്കെ അവിടെ കാപ്പുറമ്പിനെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടത്ത് സൊറ പറയുക എന്നുള്ള ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയാണ്. ഇതുപോലുള്ളൊരു പ്രോഗ്രാം ഇവിടെ സംവിധാനം ചെയ്തതിന് എന്നെ കെട്ടി ഈ പ്രദേശത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിവ് നൽകുന്നൊരു സംവിധാനമായിട്ട് ഇത് മാറുക. കാരണം ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ അവർ പറയുന്ന ഓരോ ആളുകൾ കഴിവുകൾ ഒരുപാടുള്ള ആളുകളുണ്ട്. ഞാനൊന്നും ഇത് ശൂന്യമാണ്. അപ്പോൾ കാപ്പുറമ്പിൽ തന്നെ ഞാനൊരു വാർഡ് മെമ്പർ എന്നുള്ളതിലല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ കഴിവുള്ള ആളുകളുണ്ട്.
അവരൊക്കെ കഴിവ് ഇങ്ങനെ കെട്ടി അതിനൊക്കെ ഒരു സംവിധാനം കണ്ടിട്ട് അവരൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒരു നമ്മുടെ നാടിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് ഈ ഇടത്തനാട്ട് മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ പറയാതെ തന്നെ കെട്ടിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിനും ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകണം എന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ഇത് നല്ലൊരു വിജയമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, കടപ്പാടും രേഖപ്പെടുത്തുന്നു. എടത്തനാട്ടുകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കുറഞ്ഞ വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ചേർന്നതാണ് ശരിക്കും എടത്തനാട്ടുകര. നാടിന് നാട്ടുകാർക്കായി എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് എടത്തനാട്ടുകരയിലെ ഈ ജനങ്ങളാണ് ഒന്നിച്ച് അത് നടത്തി കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും എനിക്കത് വേസ്റ്റായിട്ട് തോന്നില്ല. കാരണം നല്ല സ്വന്തം നാടിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടും അതിലുപരി നാടിന് വേണ്ട ഒരുപാട് സംവിധാനങ്ങളെ കുറിച്ച് നല്ല ചിന്തയുള്ള നല്ല എനർജിക്കായിട്ടുള്ള യുവാക്കളെയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അവരോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കണം. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ തൊട്ട കാപ്പുറമ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക്, ആ നാട്ടുകാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും. താങ്ക് യു ഷാനിർ. നല്ല രസമായി, അടിപൊളി കാഴ്ചപ്പാടുകളാണ്. വരും കാലങ്ങളിൽ ഇനിയും നല്ല രൂപത്തിൽ ഈ ഒരു സ്പിരിറ്റോടു കൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.